ഹലോ, നല്ല ചൂട് പുട്ടും ചൂട് ചിക്കൻ കറിയും ചൂട് കാപ്പിയും എന്ത് നല്ല കോമ്പിനേഷനാണല്ലേ. അപ്പോൾ ചിക്കൻ കറി എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കിയാലോ. അപ്പോൾ 2 കിലോ ചിക്കൻ്റെ കണക്കാണ് കേട്ടോ ഞാനിവിടെ പറയുന്നത്. അതിലേക്ക് നമ്മൾ ക്ലീൻ ചെയ്ത ചിക്കനിലേക്ക് ഒരു ടീസ്പൂൺ കുരുമുളക് പൊടി, ഒരു 2 ടേബിൾ സ്പൂൺ ചിക്കൻ മസാല, പിന്നെ ഒരു ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, പിന്നെ ഇത്രയും ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട്, പിന്നെ പാകത്തിന് ഉപ്പും വേണം കേട്ടോ. അത്രയും ചേർത്ത് മിക്സ് ചെയ്ത് കുറച്ച് നേരം മാറ്റി വയ്ക്കുക. എത്ര സമയം വയ്ക്കുന്നോ അത്രയും നല്ലത്. അതിനെ കുറച്ച് എണ്ണയിലേക്ക് ഇട്ടിട്ട് ഒന്ന് ജസ്റ്റ് ഫ്രൈ ചെയ്തെടുക്കുക കേട്ടോ. എന്നിട്ട് അതിനെ കുക്കറിലോട്ടോ വല്ലതും മാറ്റുക. അതിനകത്ത് ധാരാളം വെള്ളവും മിച്ചമുള്ള എണ്ണയൊക്കെ ഉണ്ടാവും. ആ വെള്ളമൊന്നും കളയേണ്ടതില്ല. അതിലേക്ക് അത്യാവശ്യം വലിപ്പമുള്ള 8 സവോളയാണ് ഇവിടെ എടുത്തിട്ടുള്ളത് കേട്ടോ. അത്രയും കൂടെ ചെറുതായിട്ട് അരിഞ്ഞു കൊടുത്ത് വഴറ്റിയെടുക്കുന്നു. ആ സമയത്ത് ഞാൻ കുറച്ച് തേങ്ങാക്കൊത്തി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അത് ഓപ്ഷനിലാണ്. ഉള്ളി പകുതി കൂടുതൽ മൂത്ത് വരുമ്പോഴേക്കും അതിലേക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചത് ചേർത്ത് കൊടുക്കണം. ഒരു വെളുത്തുള്ളി 2 കുടത്തോളം വേണം കേട്ടോ. 2 മുഴുവനുള്ള വെളുത്തുള്ളി വേണം. പിന്നെ അതിലേക്ക് അത് പച്ചമണമൊക്കെ മാറി വരുമ്പം 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 5 ടേബിൾ സ്പൂണാണ് മല്ലിപ്പൊടി, 6 ടേബിൾ സ്പൂൺ ചിക്കൻ മസാല, പിന്നെ ആ കൂടെ മുളക് പൊടി നമ്മുടെ എരിവിനനുസരിച്ചും കളറിനനുസരിച്ചും ഒക്കെ പാകത്തിന് ചേർത്ത് കൊടുക്കാം. അതിനെല്ലാം പച്ചമണം മാറിയതായി പരുവാകുമ്പോഴേക്കും അതിലേക്ക് നമ്മൾ അരച്ചു വെച്ചിട്ടുള്ള 2 തക്കാളി, വലിയ തക്കാളിയായിരുന്നു കേട്ടോ, ചേർത്ത് കൊടുത്തിട്ട് അതിൻ്റെയും പച്ചമണം മാറുന്ന വരെ നല്ലതുപോലെ വഴറ്റിയെടുക്കണം. അതുപോലെ വഴറ്റിയെടുത്ത് അതിനെ നമ്മൾ അതേപടി കോരി നമ്മളെ ഒന്ന് ജസ്റ്റ് വറുത്ത് വെച്ചിട്ടുള്ള ചിക്കൻ ഇല്ലേ കുക്കറിനകത്ത്, അതിനകത്തേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കും. അത് മുഴുവൻ എടുത്ത് കോരിയിടുക. അതിനുശേഷം ആ പാത്രം തന്നെ കഴുകി നമ്മൾ അരപ്പൊട്ടും കളയാതെ, ഗ്രേവി ഒട്ടും കളയാതെ നമ്മൾ 1 ഗ്ലാസ് വെള്ളം, ചിക്കനിൽ നിന്ന് വെള്ളം ഇറങ്ങും, എന്നാലും 1 ഗ്ലാസ് വെള്ളം കൂടെ നമ്മൾ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതിനെ ചേർത്ത് കൊടുത്തിട്ട് പിന്നെന്താ, നമ്മൾ ആവശ്യത്തിന് കറിവേപ്പില കൂടി ഇട്ട് കൊടുക്കുക. എന്നിട്ട് അടച്ചു വെച്ച് ഒറ്റ വിസിൽ അതിൻ്റെ ഇത് ഇറങ്ങിപ്പോയി കഴിയുമ്പോഴേക്കും അത് വെന്തിട്ടുണ്ടാവും കേട്ടോ. അതിനുശേഷം നമ്മളതിനെ പാത്രത്തിലേക്ക് മാറ്റുന്നു. പിന്നെ കടുക് വറുത്ത് ചേർക്കുന്നു. കടുക്, വറ്റൽമുളക്, പിന്നെ ചെറിയ ഉള്ളി അരിഞ്ഞതെല്ലാം കൂടെ വറുത്ത് ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ കരിവേപ്പില ആവശ്യത്തിന് ഇടാട്ടോ. ഇത് ഇടയ്ക്കിടയ്ക്ക് കറിവേപ്പില ഇട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ നല്ല അടിപൊളി ചിക്കൻ കറി റെഡിയാണ്. അപ്പോൾ എല്ലാവരും ഇങ്ങനെ തയ്യാറാക്കി നോക്കുക. തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും. നല്ല അടിപൊളിയാണ്. താങ്ക് യു.